ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടത് പരിഹാസരൂപേണ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. രണ്ടും മോശപ്പെട്ട ജീവികൾ എന്ന ധ്വനിയാണ് ഈ ചൊല്ലിലുള്ളത്. പക്ഷേ പുതിയ കാലത്ത് അതെല്ലാം മാറി. മരപ്പെട്ടി ഒരു നിസ്സാര ജീവിയായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയും വാർത്താമാധ്യമങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മരപ്പെട്ടി ചരിതം ചർച്ച ചെയ്തു. ചർച്ചയിൽ വന്നത് വെറും മരപ്പെട്ടിയല്ല. മുഖ്യമന്ത്രിയുടെ മന്ദിരത്തിലും ഗവർണറുടെ വസതിയിലും മന്ത്രിമന്ദിരങ്ങളിലും പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലുമൊക്കെ വസിക്കുന്ന നല്ല തറവാടത്തമുള്ള VVIP മരപ്പെട്ടി. വെറും മരപ്പെട്ടി എന്നാണ് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നാം പറയാറുള്ളതെങ്കിലും ആംഗലേയ ഭാഷയിൽ കോമൺ പാം സിവറ്റ് എന്ന ഗ്ലാമറുള്ള പേര് സ്വന്തമായുള്ള ജീവിയാണ് നമ്മൾ പുച്ഛത്തോടെ കാണുന്ന ഈ മരപ്പെട്ടി. ഏതായാലും മരപ്പെട്ടി ചർച്ച തുടങ്ങി വെച്ചത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഷർട്ട് ഇസ്തിരി ഇട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വയ്ക്കാനോ കഴിയില്ല, മരപ്പെട്ടിയുടെ മൂത്രം വീഴും എന്നായിരുന്നു ഒരു പൊതുപരിപാടിക്കിടെ ക്ലിഫ് ഹൗസിലെ VIP മരപ്പെട്ടിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് മോടി കൂട്ടിയ സ്വിമ്മിംഗ് പൂളും സംഗീതസാന്ദ്രമായ തൊഴുത്തും വലിയ പൊക്കത്തിലുള്ള മതിലുമെല്ലാമുള്ള ക്ലിഫ് ഹൗസിലെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് പലർക്കും ബോധ്യമായത്. താൻ പാർക്കുന്നത് എവിടെയെന്ന തിരിച്ചറിവ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ മരപ്പെട്ടി ഇങ്ങനെ മുള്ളുമായിരുന്നു. നിയമസഭയിൽ നേർക്ക് നേരെ നോക്കിയാൽ വാക്പോര് തുടങ്ങുമെങ്കിലും മരപ്പെട്ടി പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഏകവചനത്തിലാണ് മരപ്പെട്ടിയുടെ മൂത്ര വിസർജനത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് കടുപ്പിച്ചു. കന്റോൺമെൻറ് ഹൗസിലുമുണ്ട് മരപ്പെട്ടി എന്നാണ് പറഞ്ഞത്. പുലർച്ചെ 4 മണിക്ക് താനും മരപ്പെട്ടി ശല്യം കാരണം ഉണർന്നു. ഒന്നല്ല, ഇഷ്ടം പോലെ മരപ്പെട്ടിയുണ്ട്. ആ വർഗത്തെ തന്നെ കുറ്റപ്പെടുത്തും വിധമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിർദ്ദയമായ പ്രതികരണം. ഏതായാലും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ തുറന്നു പറച്ചിലുകൾ വന്നതോടെ മറ്റ് പല കോണുകളിൽ നിന്നും മരപ്പെട്ടി വിശേഷങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇതിൽ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം പറഞ്ഞതും മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയാണ്. മുഖ്യമന്ത്രിക്ക് ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാത്തതിലല്ല, മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നതിലാണ് ശ്രദ്ധയെന്നായിരുന്നു ചെന്നിത്തലയുടെ പരിഹാസം. എലിക്ക് മരണവിപ്രാളം, പൂച്ചയ്ക്കൊരു തമാശയെന്ന പോലെ ക്രൂരമായി പോയി ചെന്നിത്തലയുടെ പരിഹാസം. ധരിക്കാൻ വെച്ചിരുന്ന വസ്ത്രവും കുടിക്കാൻ സൂക്ഷിച്ചിരുന്ന വെള്ളവും മരപ്പെട്ടിയുടെ മൂത്രശങ്കയിൽ മലിനപ്പെട്ടതിലെ മനോവേദന തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ചെന്നിത്തല ഇത്ര ക്രൂരമായി പരിഹസിച്ചത്. മരപ്പെട്ടി പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച VD സതീശനുള്ള ഒളിയമ്പാണോ ഇതെന്നാണ് രാഷ്ട്രീയ കുബുദ്ധികളുടെ നിരീക്ഷണം. പക്ഷേ ശുദ്ധമനസ്കനായ ചെന്നിത്തല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതിലെ പങ്കപ്പാട് കാരണം പ്രതികരിച്ചതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. മിക്ക മന്ത്രിമന്ദിരങ്ങളിലും വാടകയില്ലാത്ത സ്ഥിരം വാസക്കാരാണത്രേ മരപ്പെട്ടികൾ. ഇവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. മച്ചും തട്ടിപ്പുറവുമുള്ള പഴയകാലത്തെ വീടുകളിലും ആളനക്കമില്ലാത്ത കെട്ടിടങ്ങളിലുമാണ് സാധാരണ മരപ്പെട്ടികൾ കുടിയേറുന്നത്. ഇവയുടെ മൂത്രത്തിന് അസാധാരണ പ്രകടനശേഷിയുള്ള ദുർഗന്ധമുള്ളതിനാൽ മനുഷ്യർക്ക് ഇവയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മുടെ മന്ത്രിമന്ദിരങ്ങളിൽ ഏതായാലും ആളനക്കമുണ്ടാവാത്ത സാഹചര്യമില്ല. ആവശ്യത്തിലധികവും ആൾക്കാർ സജീവമായി തന്നെയുള്ള ഇടങ്ങളാണ് ഈ മന്ത്രിമന്ദിരങ്ങൾ. നിത്യേന കാണുന്നത് രാഷ്ട്രീയക്കാരെ ആയതിനാൽ അവയുടെ രാഷ്ട്രീയ ബോധവും വല്ലാതങ്ങ് വളർന്നിട്ടുണ്ടാവും. എങ്കിലും ഇസ്തിരി ഇട്ട് വയ്ക്കുന്ന വസ്ത്രത്തിലേക്ക് ഒന്നാം കൃത്യം ചെയ്യുന്നത് മരപ്പെട്ടിയായാലും മനസാക്ഷിയില്ലാത്ത പണിയാണ്. മന്ത്രിമന്ദിരങ്ങളുടെ മച്ചും പരിസരവുമൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. മറ്റു കാര്യങ്ങളിലൊന്നും അത്ര വലിയ പിശുക്ക് ഒരു മന്ത്രിമാരും കാട്ടുന്നതായി തോന്നിയിട്ടില്ല. 3 മാസത്തിലൊരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് തൂത്തുവാരിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും ആരും മുതിരാത്തതിൻ്റെ ഗുഡൻസ് പങ്കുവയ്പിൽ കിട്ടിയ മന്ത്രിസ്ഥാനത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് മുൻമന്ത്രിയായി പരിണമിച്ച ആന്റണി രാജുവാണ് വെളിപ്പെടുത്തിയത്. പഴക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ വാസയോഗ്യമല്ലെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ മന്ത്രിമാർക്ക് പൊതുവേ മടിയാണത്രേ. മന്ത്രിമന്ദിരങ്ങൾ നവീകരിച്ച കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ തുക വരുന്നത് വിവാദമാകുമെന്ന ഭയമാണത്രേ കാരണം. സാധുവായ ആന്റണി രാജുവിൻ്റെ കണ്ടെത്തലിലും കഴമ്പില്ലെന്ന് പറയാനാവില്ല. പച്ചവെള്ളം ചവച്ചു പൊട്ടിച്ച് കുടിക്കുന്നവരാണല്ലോ നമ്മുടെ മന്ത്രിമാരിൽ ഏറെയും. അവർക്ക് ഒരു ദൂർത്തുമില്ല. മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിലൂടെയാണ് മരപ്പെട്ടി പരാക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. തലസ്ഥാനത്തെ പ്രത്യേകിച്ച് മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പെട്ടി ശല്യം ഒഴിവാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കേണ്ട സാഹചര്യമാണുള്ളത്. വനംവകുപ്പിൻ്റെയോ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയോ ഉന്നത പദവി വഹിച്ചിരുന്ന ഏതെങ്കിലും മുൻ ഉദ്യോഗസ്ഥനെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നതും ആലോചിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല പേഴ്സണൽ സ്റ്റാഫിൽ മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തണം. ഇനി മന്ത്രിമാരും മനുഷ്യരാണ്.
മന്ത്രിമന്ദിരങ്ങളിൽ പോലും മനസ്സമാധാനമായി ഉറങ്ങാനായില്ലെങ്കിൽ എന്തു ചെയ്യും? ഒന്നുറക്ക കരയാൻ പോലും കഴിയാത്ത അവരുടെ ധർമ്മസങ്കടം ആരോട് പറയാൻ? ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട്. അത് മരപ്പട്ടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.